ഹലോ എവരിവൺ, ഐ ആം കരുണാകരൻ. കഴിഞ്ഞ വർഷം ഒരു വിദ്യാർത്ഥി, എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി കോളേജ് കോഴ്സ് ഓപ്ഷൻ കൊടുത്തത് ശ്രദ്ധിച്ചോളൂ. ഈ വീഡിയോയിൽ ഞാൻ കോളേജ് ഓപ്ഷനെ പറ്റി തന്നെയാണ് പറയുന്നത്. തെറ്റുപറ്റാൻ സാധ്യതയുള്ള ഏരിയ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മൾ കൊടുത്തിരിക്കുന്നത്, ലിയ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, സെക്കൻഡ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, മൂന്നാമത് കൊടുത്തിരിക്കുന്നത് TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കൊല്ലം, നാലാമത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. അങ്ങനെ കുറേ കോളേജുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോപ്പ് റാങ്കിൽ, കീമിൽ ടോപ്പ് റാങ്ക് ഉണ്ട് ഈ ലിയാന്ന മിടുക്കിക്ക്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഓപ്ഷനായ TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ ലിയക്ക് കിട്ടിയത്. ശരിക്കും കോളേജിൽ ചേരാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട കോളേജായി പോയിട്ട് പൈസ അടക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, അബദ്ധം മനസ്സിലായത്. ടോപ്പ് റാങ്കിലുള്ള TKM കോളേജല്ല, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലല്ല അവർക്ക് ചെന്നിരിക്കുന്നത്. കോളേജിൽ ചെന്ന് കയറിയപ്പോഴാണ് മനസ്സിലായത് അതല്ല എന്നുള്ളത്. കിട്ടിയത് TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന കോളേജിലാണ്. അബദ്ധം പറ്റി നമുക്ക് മനസ്സിലായി. ഫസ്റ്റ് അലോട്ട്മെൻ്റ് അല്ലേ, കറക്റ്റ് ചെയ്തേക്കാം എന്ന്. കാരണം ഫർദർ അലോട്ട്മെൻറ്റിൽ കറക്റ്റ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട്, ഈ അലോട്ട്മെൻറ്റ് മാറ്റി കൊടുക്കാമെന്ന് കരുതിയിട്ട് അടുത്ത ഇൻ്റർനെറ്റ് കഫേയിൽ കയറി. അവിടെ തന്നെ TKMൻ്റെ അടുത്ത് തന്നെയുള്ള ഇൻ്റർനെറ്റ് കഫേയിൽ കയറി. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആ മിടുക്ക് ശരിക്കും കരഞ്ഞുപോയി. എന്തായിരിക്കും പറ്റിയെന്നറിയാമോ? എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ലിയയുടെ താഴെയുള്ള ഓപ്ഷൻസ് എല്ലാം ഡിസപ്പിയറായി. 3 കോളേജുകൾ മാത്രം, ബാക്കിയുള്ളതൊക്കെ പോയി. അതാണ് അതിൻ്റെ രീതി, അത് മനസ്സിലാക്കണേ. ഓരോ അലോട്ട്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ താഴെയുള്ള എല്ലാ ഓപ്ഷൻസും വാനിഷ് ആവും, പിന്നെ കാണില്ല. അത് പ്രത്യേകം പറഞ്ഞിരിക്കണം. ഏതെങ്കിലും ലോ ലെവൽ കോളേജ് നിങ്ങൾക്ക് മുകളിൽ പെട്ടുപോയാൽ കമ്പ്യൂട്ടർ ഉടനെ നിങ്ങൾക്ക് അതാ എടുത്തു തരിക. പിന്നെ ഒന്നും ഉണ്ടാവില്ല, പിന്നെ അതിൻ്റെ മേലെ നിങ്ങൾക്ക് പോകാനും പറ്റില്ല. നിങ്ങളെ മാർക്കിന് പറ്റിയ കോളേജ് ആയിരിക്കില്ല പിന്നെ അതിൻ്റെ മുകളിലുള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് താഴത്തത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ കിട്ടിയ കോളേജിൻ്റെ താഴെയുള്ളതൊക്കെ ഡിസപ്പിയർ ആവും. ഇനി ലിയക്ക് റീഅറേഞ്ച് ചെയ്യാൻ ബാക്കിയുള്ളത് 3 കോളേജുകൾ മാത്രം. അത് നമുക്ക് ആ റാങ്ക് വെച്ചിട്ട് കിട്ടില്ല. ഒന്ന് ടോപ്പ് റാങ്ക് CET ആണ്, രണ്ടാമത് JEC തൃശ്ശൂരാണ്. ശരിക്ക് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ലിയക്ക് നല്ല റാങ്കുള്ള ഗവൺമെൻറ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലുള്ള നല്ല കോളേജുകൾ ഉറപ്പായിട്ടും അവളുടെ റാങ്ക് വെച്ച് കിട്ടുമായിരുന്നു. പക്ഷേ തെറ്റിയ ഓപ്ഷൻ കൊടുത്തു. തെറ്റിയ ആശ്രിതക്ക് ലിയ വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത്. ഇത്തരം അബദ്ധങ്ങൾ പറ്റാതിരിക്കാനാണ് വീണ്ടും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഇനി TKM എന്ന പേരിൽ ഒരേ മാനേജ്മെൻറ്റിന് 2 കോളേജുകൾ, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. നല്ലത് ഏതാണെന്ന് അറിയാതെ ഓപ്ഷൻ കൊടുത്തു പോയതാണ് അബദ്ധം പറ്റിയത്. രണ്ടാമത്തെ കോളേജ് നമ്മൾ കണ്ടിട്ട് പോലുമില്ല. അതുപോലെ തന്നെ മാർ ബസേലിയസ് കോളേജ് എന്ന പേരിൽ 3-4 കോളേജുകളുണ്ട്. ഒരു കോളേജ് ടോപ്പാണ്, മറ്റുള്ളതൊക്കെ ആവറേജോ ജസ്റ്റ് ബിലോ ആണ്. അതുപോലെ ക്രൈസ്റ്റ്, 1 കൂടുതൽ കോളേജുകൾ കാണാം. അത് ഒന്ന് ടോപ്പാണ്, മറ്റേത് ആവറേജോ വീണ്ടും മറ്റു പറഞ്ഞതുപോലെ ബിലോ ആവറേജോ ആകാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മളെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ലിയ കഴിഞ്ഞ വർഷം എഞ്ചിനീയറിംഗ് കോളേജ് ചേർന്നിട്ടില്ല. ശ്രദ്ധിക്കുക, ജാഗ്രത. താങ്ക് യു ഫ്രണ്ട്സ്, സി യു അഗെയിൻ.